മുമ്പ് ബൈഇൽ പറഞ്ഞതിൽ നിന്ന് പിടിക്കപ്പെടും. അന്നൽ ഫസ്ല ബി അജ്നബിയ്യിൻ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബാക്കി വയൂഖദു മിമ്മാ മറ ഫിൽ ബൈഇ 4344 ബൈഇൽ പറഞ്ഞതിൽ നിന്ന് പിടിക്കപ്പെടുന്നു. അന്നൽ ഫസ്ല ബി അജ്നബിയ്യിൻ മിമ്മൻ തുലിബ ജവാബുഹു യദുറു വഇൻ ഖസുറ വമിമ്മൻ ഇൻഖദാ കലാമുഹു ലാ യദുറു ഇല്ലാ ഇൻ ത്വാല. കൂടാതെ എന്തും പിടിക്കപ്പെടും. ഫസ്തിറാതു വുഖൂഇൽ ജവാബി, ജവാബ് സംഭവിക്കൽ ഷർത്താണ് എന്നും പിടിക്കപ്പെടും. വയൂഖദു അയ്ളൻ ഇസ്തിറാതു വുഖൂഇൽ ജവാബി, മറുപടി സംഭവിക്കൽ ഷർത്താണ്. മിമ്മൻ ഖൂതിബ, ആരോടാണോ ഖിതാബ് നടത്തപ്പെട്ടത് അവൻ്റെ ജവാബായിരിക്കണം. ജവാബ് ആരെങ്കിലും പറഞ്ഞാൽ പോരാ. ആരുടെ നേരെയാണോ ഇജാബുകാരൻ ഖിതാബ് ഇട്ടത്, മിമ്മൻ ഖൂതിബ ദൂന നഹ്വി വക്കീലി, അവൻ്റെ വക്കീലോ അവൻ്റെ ഉദ്യോഗസ്ഥനോ അവൻ്റെ ശിഷ്യനോ അതൊന്നും പോരാ. ആരുടെ നേരെയാണോ ഈ ഈജാബ് തവജ്ജുഹായത് അവരിൽ നിന്നുള്ള ഖബൂലിയത്താ വേണ്ടത്. വസ്തിറാത്തു വുഖൂഇൽ ജവാബി, ജവാബ് സംഭവിക്കൽ ഷർത്താക്കപ്പെടും എന്നും പിടിക്കപ്പെട്ടു. ബൈഇൽ നിന്ന് മീൻ മൻ, ആരിൽ നിന്ന് സംഭവിക്കൽ, മീൻ മൻ ഖൂതിബ, അവനോടാണ് അഭിസംബോധന ചെയ്യപ്പെട്ടത്, വേറെ ആരും പോരാ. വയസ്മഉ മൻ ബിഖുർബിഹി എന്നും പിടിക്കപ്പെടും. അടുത്തുള്ളവർ കേൾക്കണം. മൻ ബിഖുർബിഹി അതിനാന്ന് അടുത്തിരിക്കാൻ പറയും. അവരെ സാക്ഷിക്ക് എടുക്കേണ്ടതാണ്. അടുത്തുള്ളവർ കേൾക്കത്തക്ക രൂപത്തിൽ പറയണം. വല്ല എർജിയൽ മുഹ്തദിയും, പറഞ്ഞവൻ മാറ്റി പറയാൻ പാടില്ല. എൻ്റെ മകൾ ഫാത്തിമയെ ഞാൻ നിങ്ങൾക്ക് ഇണയാക്കി തന്നു, വയ്യ പറയുന്ന ഇണയാക്കി തരുന്നില്ല, തിരുത്തി പറഞ്ഞാൽ പോയി. വല്ല എർജിയ, പിൻവലിക്കാതിരിക്കലും ഷർത്താക്കപ്പെടും എന്നും പിടിക്കപ്പെട്ടു. അൽ മുഹ്തദിയു, ആദ്യമായി ആരാണോ തുടങ്ങിയത് അയാൾ. തുടങ്ങിയത് ചിലപ്പം കബൂലിൻ്റെ ആളായിരിക്കും. നിങ്ങളുടെ മകൾ ഫാത്തിമയുടെ എനിക്ക് ഞാൻ സ്വീകരിച്ചു, വയ്യേ ഞാൻ നിനക്ക് കെട്ടിച്ചു തന്നു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അയാൾ പിൻവലിച്ചു, ഞാൻ സ്വീകരിക്കുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ മകൾ ഫാത്തിമയെ ഞാൻ നിങ്ങൾക്ക് ഇണയാക്കി തന്നു, കബൂലിന് മുമ്പായിട്ട് ഇണയാക്കി തരുന്നില്ല. അഹിലിയത്ത് ബാക്കിയാവണം. ബോധക്ഷയമോ ഭ്രാന്തോ മതമാറ്റമോ ഒന്നും വരാൻ പാടില്ല. ഈ പറഞ്ഞവൻ്റെ ഇത് തീരുന്നത് വരെ അഹിലിയത്ത് ബാക്കി വേണം. എന്നാലേ ഇയാൾ കെട്ടിച്ചു കൊടുത്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇസ്ലാം ഷർത്തല്ലേ, പല ഷർത്തുമുണ്ട്. എല്ലാം അഹിലിയത്തോടു കൂടെ അയാൾ ബാക്കി വേണം. മരിച്ചു പോകാൻ പാടില്ല, ബോധക്ഷയം വരാൻ പാടില്ല. അഹിലിയത്തിൽ ആദിനത്തി, സമ്മതം കൊടുത്ത പെണ്ണും അഹിലിയത്തോടെ ബാക്കി വേണം. അഹിലിയത്തിൽ ആദിനത്തി അതിൽ മുസ്തറത്തീദിനുഹ, അവളുടെ ഷർത്ത്, അവളുടെ സമ്മതം ഷർത്താക്കപ്പെടുന്ന, അവളുടെ സമ്മതം കിട്ടിയെങ്കിലേ ഇവിടെ കെട്ടിക്കാൻ പറ്റുള്ളൂ എന്ന നിലപാടാണെങ്കിൽ ആ ആദിനത്തായ പെണ്ണ് അഹിലിയത്തോടെ ബാക്കി വേണം. രണ്ടാളും എത്ര വരെ ബാക്കി വേണം? ഇലങ്കിലായില്ലക്കതി, അത് രണ്ടിലേക്ക് വന്നു. ഇലങ്കിലായില്ലക്കതി, അഖദ് തീരുന്നത് വരെയും അഹിലിയത്ത് ബാക്കിയാകണം. നമുക്ക് അഹിലിയത്ത് എന്ന് പറഞ്ഞിടത്തുമുണ്ട്, അഹിലിയത്തിൽ ആദിനത്തി എന്ന് പറഞ്ഞിടത്തും ഇലങ്കിലായില്ലക്കതി എന്നുണ്ട്. കബൂൽ ചെയ്യലും ഷർത്താക്കപ്പെടും എന്നും പിടിക്കപ്പെടും. ഈജാബിനനുസരിച്ചുകൊണ്ട്, ഈജാബിനനുസരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മകൾ ഫാത്തിമയെ ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചു തന്നു, നിങ്ങളുടെ മകൾ ഫാത്തിമയെ നിങ്ങൾ എനിക്ക് വിറ്റത് ഞാൻ സ്വീകരിച്ചു. പറ്റൂല.
തസ്ബീജ് ഇൻകാർ എന്ന സീകയിലൊക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം, ആശയത്തിലൊക്കണം. ഒരാൾ പറഞ്ഞ് മിൽക്കാക്കി തന്നു, ഇയാൾ പറഞ്ഞ് നിക്കാഹ് ചെയ്തു തന്നതിനെ ഞാൻ സ്വീകരിച്ചു, അത് പറ്റൂല. ലാബിൻ നിസ്ബത്തിൽ മഹറിനോട് യോജിപ്പ് വേണമെന്നില്ല, മഹറിൽ കബൂലിയത്ത് വേണ്ടതേ ഇല്ല. അവിടെ നിങ്ങൾ എന്ത് കളിച്ചാലും വേണ്ടിയില്ല, മഹർ കൊടുക്കുമ്പോൾ മാറ്റേണ്ടി വരുമെന്ന് മാത്രം. മഹറിലേക്ക് മുവാഫഖത്ത്, 4 പവൻ സ്വർണത്തിന് പകരം ഞാൻ നിങ്ങൾക്ക് ഇണയാക്കി തന്നു എന്ന്. അയാൾ പറഞ്ഞ് 2 പവൻ സ്വർണത്തിന് പകരം ഞാൻ സ്വീകരിച്ചു, എല്ലാം പറ്റും. മഹർ എന്നുള്ള പ്രശ്നമല്ല. വയുത്തിമൽ മുബ്തദിയു കലാമഹു, പൂർത്തിയാക്കലും നിർബന്ധമാണ് തുടങ്ങിയവൻ അവന്റെ കലാമിനെ. ഹത്താ ദിക്റൽ മഹരി വസിഫാതിഹി വഗൈരി ദാലിക മിമ്മാ യതാത്താ മദിയുഹു ഹുനാ. മഹറിനെ പറയല്, മഹറിന്റെ സിഫാത്ത് എല്ലാം പൂർത്തിയായ ശേഷമായിരിക്കണം കബൂല് വരുന്നത്. മിമ്മാ യതാത്താ മദിയുഹു ഹുനാ, എൻ്റെ ബാബിൽ വരാനിരിക്കുന്നത് മുഴുവനും, ഇവിടെ വരാൻ പറ്റുന്നത് എല്ലാം പറഞ്ഞ് പൂർത്തിയാക്കണം പോലും എന്നാണ് പിടിച്ചെടുക്കപ്പെടുന്നത്. കാരണം സമം മുഴുവനും പറഞ്ഞു തീർന്നാലല്ലേ ബൈൻ്റെ അടുത്ത് കബൂല് പറ്റുള്ളൂ. അതുകൊണ്ട് മഹർ മുഴുവനും പറഞ്ഞ് മുടിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. തെറ്റാണ്. ഫിസ്റാത്തി ഫറാഖിഹി മിൻ ദിക്രിൽ മഹരി വസിഫാതിഹി വഖഫത്ത്, തമ്പനമുണ്ട്. ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. കബൂല് തുടങ്ങാം, മഹർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന നേരത്തും അവന് കബൂല് തുടങ്ങാം. എൻ്റെ മകൾ ഫാത്തിമയെ ഞാൻ നിങ്ങൾക്ക് ഇണയാക്കി തന്നു എന്ന ജുംല തീർന്ന തന്നെയും കബിൽത്തു തുടങ്ങാം, മഹർ എന്തോ ആയിക്കോട്ടെ. ബൈൻ്റെ അടുത്ത് ഈ ഷർത്ത് പറയപ്പെട്ടത് ബൈൻ്റെ അടുത്തുണ്ട്. അത് സമൻ വെളിവാക്കി പറയൽ ഷർത്താണ് ബൈൻ്റെ അടുത്ത്. നിക്കാഹിൻ്റെ അടുത്ത് മഹർ വെളിവാക്കൽ ഷർത്താണോ, ഫർളാണോ, റുക്കിനാണോ? ഒന്നുമല്ല. മഹർ കൊടുക്കലേ ആവശ്യമുള്ളൂ. വെളിവാക്കലോ പറയലോ മഹറിൻ്റെ ഖദറോ അലാമത്തോ ഒന്നും വേണോ? ഫഹുവ മിൻ തമാമി സീഗത്തി അൽ മുസ്തറത്തി, ഫഹുവ മിൻ തമാമി സീഗ അൽ മുസ്തറത്തി, ബൈൻ്റെ അടുത്ത്. അതുകൊണ്ടാണ് ഫസ്തുൽ ഫറാഖു മിൻഹു. അങ്ങനത്തെ യാതൊന്നും മഹറിൻ്റെ അടുത്തില്ല. മഹറിൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു ആവശ്യമേ ഇല്ല. വാങ്കായത്തുക ഇന്ത്യ എന്ന് പറയലോടുകൂടി തന്നെ അവന് കബൂല് തുടങ്ങാം. ഫീലും ഫായിൽ മഫൂല് വന്നു. മഹർ പറയുകയോ പറയാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ, മഹർ പറഞ്ഞു തീരുന്നത് വരെ സബൂറാക്കലാണ് സുന്നത്ത്. ഫൽഖിയാത്ത് സിഹത്തു ശിക്കില്ല ആഖരി, അടുത്ത ശിക്ക് തുടങ്ങാം. ബഅദ തമാമി സീഗത്തിൽ മുസഹഹത്തി, നിക്കാഹിനെ സഹിയാക്കുന്ന സീഗ മുൻകടന്നാൽ തന്നെ കബൂലിയത്ത് തുടങ്ങാം. ഇടയിലായാലും ശരി. അശിക്കുല്ലാഖർ ഇതിൻ്റെ മധ്യത്തിലാണ്. മഹർ പറഞ്ഞ് പൂർത്തിയായിട്ടില്ല, മഹറിൻ്റെ സിഫാത്തും പറഞ്ഞ് പൂർത്തിയായിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് അയാൾ കബൽത്തു നിക്കാഹ ധൃതിയാക്കി പറഞ്ഞത്. എന്നാൽ പറ്റൂ. നിക്കാഹിൻ്റെ സീഗ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഇല്ല യുജാബ. പക്ഷേ ചിലർ കാരണം പറയുന്നുണ്ട് പറയാൻ പാടില്ല എന്നതെനിക്ക്. എന്നഹുമായ തക്കല്ലുമിൽ മുബ്തദിഇ ലാ യുസമ്മാ ജവാബൻ ഫയഖഉ ലഹവൻ. മുബ്തദിയെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജവാബിട്ടാതെ ജവാബാവോ? ആ ജവാബ് ശ്രദ്ധിക്കാൻ കഴിയോ? ആ ജവാബിന് ജവാബ് എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ലഹവല്ലേ, അത് കയാരം മാത്രമല്ലേ.
ഇവൻ പറഞ്ഞു തീർന്നാലല്ലേ മറുപടി തുടങ്ങാവൂ. പക്ഷെ വഫീഹി മാഫി, ആ പറഞ്ഞതിൽ പല പരാതിയുണ്ട്. അങ്ങനത്തെ ഒന്നുമില്ല. ഇവൻ മഹർ പറയുന്ന നേരത്തും അവന്റെ കബൂല് ഇരുന്നവർക്ക് ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ പറ്റും. തത്തിമത്തുൻ, ഇനി ആചാരങ്ങളാണ്. നിക്കാഹ് നടക്കുന്നതും വീട്ടിൽ കൂടുന്നതും എല്ലാം ശവ്വാലിൽ തന്നെ ആവണം. ശവ്വാൽ 100% സ്വാഗതാർഹം നിക്കാഹിന്. വീട്ടിൽ കൂടലും ശവ്വാലിൽ തന്നെ ആവണം. ഏതെങ്കിലും രൂപത്തിൽ അട്ടിമറിച്ചിട്ട് ശവ്വാലിൽ തന്നെ കയറ്റണം. ലിൽ ഖബരി സ്വഹീഹി, സ്വീകാര്യോഗ്യമായ ഹദീസിന് വേണ്ടി, ഫീഹിമാ, വിവാഹം ചെയ്യുന്നതിലും ദുഖൂലാക്കുന്നതിലും. ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹായെ തൊട്ട് മാ ഖൗലിഹാ, ആയിഷ ബീവിയുടെ ഖൗലോടുകൂടി ആയിഷ ബീവി അഭിമാനം കൊണ്ടിട്ടുണ്ട് പോലും. നിങ്ങളാരും ശവ്വാലിൽ അങ്ങനെ കഴിഞ്ഞ പെണ്ണല്ല, നിങ്ങളാരും ശവ്വാലിൽ മുട്ടിക്കൂടപ്പെട്ട പെണ്ണല്ല, അതുകൊണ്ട് എൻ്റെ അത്ര മുന്നേറാൻ കഴിയില്ല. നിലംപതിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ള ഭാര്യമാരെ. റദ്ദന്നലാമൻ കരിയതാനിക്ക, ശവ്വാലിൽ പാടില്ല, ശവ്വാലിൽ ശൂന്യമല്ലേ, ശവ്വാലിൽ ഉണ്ടാ മംഗലം കഴിക്കല് എന്ന് പറഞ്ഞവർക്ക് വായടപ്പം മറുപടി കൊടുത്തവരെ മുക്കിലിരുത്തിയിട്ടുണ്ട്. ആയിഷ ബീവി പറഞ്ഞ കലിമത്ത്, തസവ്വജനീ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ശവ്വാൽ, ഞാൻ ഏത് പെണ്ണാണെന്നറിയോ, എന്നെ നബിയുനാ റസൂലുള്ളാഹി കെട്ടിയത് ശവ്വാലിലാണ്. ശവ്വാലിൽ മംഗലം കഴിഞ്ഞ മഹദിയാണ് ഞാൻ. വദഖല ബി ഫീഹി, ശവ്വാലിലാണ് എന്നെ വീട്ടിക്കൂട്ടിയത്. വയ്യു നിസായി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ആരുണ്ട്? കാനാഹവ ഇൻദഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സീറ്റുള്ള പെണ്ണാരുണ്ട് മിന്നി എന്നേക്കാൾ? ഈ സീറ്റൊക്കെയും വന്നത് ശവ്വാൽ മാസത്തിൽ മംഗലം കഴിച്ചുകൊണ്ടാണ്, ശവ്വാലിൽ വീട്ടിക്കൂടിയത് കൊണ്ടാണ്. ചിലയാള് നിശ്ചയത്തിനെല്ലാം പങ്കെടുക്കൂ, വേണ്ടത്ര തിന്നു, എന്നിട്ട് അർപ്പിക്കാല്ലേ, അടുത്ത ഞായറാഴ്ച ആയിക്കോട്ട് എന്ന്. ദുൽഖഅദിലേക്കാണ് പോകുന്നത്, ദുൽഖഅദിന്റെ ആരംഭത്തിലേക്കാണ് ഇവരുടെ നിക്കാഹും ഇവരുടെ വീട്ടിക്കൂടലും നീങ്ങുന്നത് എന്നറിയാതെ അവിടെ വെച്ച് ഉത്തരവിറക്കും. പിടിച്ചു വലിച്ച് കയറ്റിയിട്ട് ശവ്വാലിന്റെ അകത്തേക്ക് തന്നെ എന്തെങ്കിലും മാർഗമുണ്ടോ നിക്കാഹ് കഴിയാൻ, വീട്ടിക്കൂടാൻ എന്നുള്ള ഈ കാര്യം ഗൗരവത്തിലെടുക്കൂല. ശവ്വാൽ കഴിച്ചാൽ ഏറ്റവും കാത്തിരിക്കേണ്ടത് സഫറാണ്. സഫറിന് ധാരാളം തെളിവുകൾ നിർത്തിയിട്ട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശവ്വാലിൻ്റെ അത്ര ആവില്ല. ശവ്വാൽ കഴിച്ചാൽ സഫർ. നിക്കാഹ് നടത്തുന്നത് പള്ളിയുടെ അകത്ത് വെച്ചായിരിക്കണം. സെറാമ്പി ആയാലും പറ്റും, മൗഖൂഫായ സ്ഥലം, ജുമാഅത്ത് പള്ളിയാകണം എന്നൊന്നുമില്ല. ലില്ലംബി, പള്ളിയിൽ വെച്ച് മാത്രമേ നിങ്ങൾ നിക്കാഹ് നടത്താവൂ എന്ന് കൽപ്പനയുണ്ട്. തബറാനീൻ്റെ ഹദീസ്. വയൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമായിരിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഖാല റസൂലുള്ളാഹി അഅ്ലിനൂ ഹാദ നിക്കാഹ, നിക്കാഹിനെ നിങ്ങൾ പരസ്യപ്പെടുത്ത്, ഒളിച്ചു കളിയാക്കല്ല, കുടുക്ക കഷായമാക്കല്ല, പരസ്യപ്പെടുത്ത്. ഒച്ചയും ശബ്ദവും പരസ്യവും എല്ലാം നിക്കാഹിന് കൊടുക്ക്. വജഅലൂഹു ഫിൽ മസാജിദി, പള്ളിയിൽ വെച്ച് നടത്ത്. വദ്രിബു അലൈഹി ബിദ്ദുഫൂഫ്, നിക്കാഹിന് വേണ്ടി ദപ്പടിക്ക്. ദപ്പടിക്കേണ്ടത് പള്ളിയുടെ അകത്തല്ല, അത് ഇയാളത്ത് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പള്ളിയുടെ മാഹൗലിൽ വെച്ച് നിങ്ങൾ ദപ്പുമുട്ട്. നിക്കാഹിൻ്റെ സീഗ പള്ളിയുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞോ. വെള്ളിയാഴ്ച ദിവസം തന്നെ നിക്കാഹ് വേണം. റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും,
യൗമുൽ ജുമുഅ യൗമു തസവ്വുജിൻ വബാഅത്തിൻ, വിവാഹം ചെയ്യാനും വീട്ടിൽ കൂടാനുമുള്ള ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. വീട്ടിലത്തെ പള്ളിയായ മതിയാ? ആ, പള്ളിയായല്ലോ. ആ, അഖ്റജഹു അബൂ യഅല, സ്വീകാര്യോഗ്യമായ ഹദീസാണ്. മൗഖൂഫായ പള്ളിയിൽ വെച്ച് നിങ്ങൾ അഖദ് നടത്തുക, ചുറ്റുഭാഗത്ത് നിന്നിട്ട് ദപ്പടിക്കുക. നിക്കാഹ് കഴിഞ്ഞ ഉടനെ, നിക്കാഹ് നടക്കുമ്പോഴല്ല, ഇന്നലെ ശ്രദ്ധിക്കാൻ കഴിയില്ല. മാപ്പലൻ്റെ പകലിൻ്റെ ആരംഭത്തിലാണ് ബർക്കത്ത്. അധികം വൈകണ്ട. നീ ഖബരി അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, ഇബ്നു ഹിബ്ബാൻ റിവായത്ത് ചെയ്തത്, അബൂ ദാവൂദ്, തിർമിദി, ഇബ്നു മാജ, അഹ്മദ് ബിൻ ഹംബൽ സത്യസന്ധമായി തെളിയിച്ച ഹദീസ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി, പടച്ചവനെ എൻ്റെ ഉമ്മത്തിന് നീ ബറക്കത്ത് ചെയ്യുവീ, ഫീ ബുകൂരിഹാ, ഉമ്മത്തിൻ്റെ ബുക്കൂറിൽ, ഉമ്മത്തിൻ്റെ ബുക്കൂറിൽ, ജുമാൻ്റെ ബുക്കൂറിൽ എന്നല്ല. ഇത് 10-ാം ജുസിയിൽ കൊടുത്തിട്ടുണ്ട് ഇതേ ഹദീസ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. ഖാദി കടന്നു വരേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ്, അല്ല തിങ്കളാഴ്ച ദിവസം പ്രഭാതത്തിലാണ്. എന്നിട്ട് പ്രഭാതം പറഞ്ഞിട്ടാണ് പറയുന്നത് അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, ബാബുൽ ഖളാഇ ഉണ്ട്. എന്നിട്ട് പറഞ്ഞ് ഫീ ബുകൂരിഹാ എന്ന് പറഞ്ഞത് തിങ്കളാഴ്ചൻ്റെ ബുക്കൂറാണോ? അല്ല, തിങ്കളാഴ്ചൻ്റെ ബുക്കൂറുമായിട്ട് നമുക്കെന്ത്? ബുക്കൂരിഹാ ഉമ്മത്തിലേക്ക് മടക്കുക. ഇസ്നൈനിയാണ് കടന്നു വരേണ്ടത് എന്ന് പറഞ്ഞിട്ട്, കടന്നു വരേണ്ടത് യൗമുൽ ഇസ്നൈനി, ബറക്കത്താക്കപ്പെട്ട ദിവസമാണ്, അമലുകൾ ആരംഭിക്കാൻ ഏറ്റവും നല്ലതാണ്. എന്നിട്ട് എന്നാൽ തന്നെ അധികം വൈകരുത്, ഉച്ച സമയത്താവരുത്, വൈകാനേ പാടില്ല, രാവിലെ തന്നെ വരണം. അതിനെ ഹദീസ് കൊടുത്ത് അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, ബുകൂരിഹാ ദമീറും മടക്കി, ബുകൂരിഹാ ഉമ്മത്തിൻ്റെ ബുക്കൂറിൽ നിന്ന്. ഇപ്പം വരും തിങ്കളാഴ്ച തന്നെ വേണം ഖാദി ഉദ്ഘാടനം ചെയ്യേണ്ടത്. തിങ്കളാഴ്ച കടന്നു വരുന്ന സമയം പറഞ്ഞിട്ടുണ്ട്. നട്ടുച്ച സമയത്തല്ല വരേണ്ടത്, വൈകുന്നേരമല്ല. ഫീ ബുക്കൂരിഹാ എന്നിട്ട് പറഞ്ഞ് ഫീ ബുക്കൂരിഹാ, നമീർ നീ മടക്കേണ്ടത് ബുക്കൂരിഹാ ഉമ്മത്തിൻ്റെ ബുക്കൂറിൽ. അപ്പോൾ ഇവിടെ ജുമായിലേക്കല്ല, ഉമ്മത്തിൻ്റെ ബുക്കൂറിൽ നീ ബർക്കത്ത് ചെയ്യണം എന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ ആയിരിക്കണം. അബ്ബലന്നഹാറിനാൻ തെളിവ് ചെറുവാനി മസ്റ്റോക്കിയാൽ കാണും. ഹസനഹു തിർമിദി, തിർമിദി ഹസനാണെന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. വബിഹി യുറദ്ദു, ഇത്രയും പറഞ്ഞതുകൊണ്ട് തള്ളപ്പെട്ടു. മയത്തീത, പതിവാക്കപ്പെട്ടതായ ഒന്ന്. പിന്നെ കായിഹി, നിക്കാഹിനെ സംഭവിപ്പിക്കുക ജുമാ കഴിഞ്ഞിട്ട്. ജുമാ കഴിഞ്ഞ ഉടനെ ഫൈദാ ഖുദിയത്തി സ്വലാത്തു എന്നല്ലേ, ജുമാ കഴിഞ്ഞ പാടല്ലേ നിക്കാഹ് വേണ്ടത്, അല്ലേ? അല്ല. ഞാൻ ഈ ഖസദ പിന്തിക്കുന്നവൻ കരുതിയത് വിത്തീരിയില്ലേ, ജുമാക്ക് ശേഷത്തിലേക്ക് പിന്തിക്കുന്നത് കൊണ്ട് കസറത്ത് അഹ്ലൂരിന്നാസി, ജനങ്ങൾ വർദ്ധിക്കലാണ്. പ്രഭാതത്തിലാകുമ്പോൾ ആളെ കിട്ടൂല. അധികം ഉലമായിനെയും സാദാത്തിനെയും അതുപോലെ പ്രവർത്തകന്മാരെയും കിട്ടൽ ജുമാൻ്റെ ഉടനെയാണ്. എന്നാൽ പിന്തിക്കാൻ തന്നെ വേണം. ലാസിയമ അല്ലുലമാഉ വസ്സാലിഹൂന ലഹു ഫീ ഹാദൽ വഖ്തി ദൂന ഗൈരിഹി ആണെങ്കിൽ കാനൗലാം, പ്രഭാതം എന്നത് വലിച്ചെറിഞ്ഞിട്ട് ജുമാൻ്റെ ഉടനെ ആക്കണം. ആ സൗകര്യം കണക്കിലെടുത്തിട്ട് കാനാവൂല. വഖൗലുൽ വലിയ്യി, വലിയ പറയലും സുന്നത്താണ്. ഖുബൈലൽ അഖ്ദി, അഖ്ദിൻ്റെ മുമ്പ് വലിയ തന്നെ പറയണം. വലിയന് ചൊല്ലിക്കൊടുക്കണം. പറയാൻ കിട്ടൂല, നാടന്മാരല്ലേ തപ്പിക്കെടുക്കൂലേ എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ ചൊല്ലിക്കൊടുക്കാണ്ട് ഒഴിവാക്കുന്നു. ചൊല്ലിക്കൊടുക്കാൻ തന്നെ വേണം. ഭർത്താവിനോടുള്ള ഒരു വാണിങ്ങാണിത്.
ഉസവ്വിജുക അലാ മാ അമറ അല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചു തരുന്നത് അല്ലാഹു തആല കൽപ്പിച്ചതായ ഒരു വ്യവസ്ഥയുടെ മേലെയാണ്. ഒന്നിക്കലും നല്ല രൂപത്തിൽ എൻ്റെ മകളെ നിങ്ങൾ പിടിച്ചു നിർത്തുക, പോറ്റി വളർത്തുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിൽ തലാക്ക് ചൊല്ലിയിട്ട് പിരിക്കുക. പിരിക്കലെ നിവൃത്തിയുള്ളെങ്കിൽ വെച്ചിട്ട് മോശമാക്കാൻ പാടില്ല എന്ന ഒരു താക്കീത് വലിയിൽ നിന്ന് പോകണം ദൗജിലേക്ക്. ഈ കരാറ് കേൾക്കുമ്പോൾ അയാൾ ഉത്ബുദ്ധനാവണം. ഇന്ന് സാധാരണ പല ജാഹിലികൾ മരമണ്ടന്മാരായി ചൊല്ലിക്കൊടുക്കുന്ന ആൾ ഭൂമി ലോകത്തുള്ള ഏറ്റവും വലിയ ഹക്ക് നേരെ തന്നെ പറയും സഫ്വജതുക വാങ്കഅതുക. ഇതെന്തേ ഉസഫിജുക ചൊല്ലിക്കൊടുക്കാഞ്ഞത്? അത് അവർ ജാഹിലികളാണ് പറയുമ്പോൾ തെറ്റുമ്പോൾ. നിഹാന്റെ ഹാശിയിൽ പറയും, പറയുന്നയാള് ജാഹിലാണെങ്കിൽ തലീമ് നടത്തണം. മുന്നേ വിളിച്ചിട്ട് ചൊല്ലി ശീലമാക്കി കൊടുത്തൂടെ? നിങ്ങളുടെ മകളുടെ നിക്കാഹ് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ആ മജ്‌ലിസിൽ ചൊല്ലി തന്നാൽ നിങ്ങൾ പ്രളയമാകാൻ പാടില്ല, അതുകൊണ്ട് നൈസാക്കി ആദ്യം എടുത്തൂടെ? ഏത് ജാഹിലിനെയും പഠിപ്പിച്ച് ശരിയാക്കണം എന്നാ പറയുന്നത്. ജാഹിലാണ് എന്നത് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ഉദറാവുകയില്ല. അപ്പോൾ എത്രയോ മുമ്പ്, ഒരാഴ്ച മുമ്പ്, 2 ആഴ്ച മുമ്പ്, തലേന്ന്, അല്ലെങ്കിൽ പറഞ്ഞ് ശരിയാക്കി എടുത്താൽ മതി. ഉസവ്വിജുക അലാ മാ അമറ അല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. അതിൻ്റെയൊക്കെ കൂട്ടുന്നുണ്ടെങ്കിൽ ഇനിയും കൂട്ടാം. മുഗനി കൂട്ടി ഉസവ്വിജുക ഹാദിഹി സവ്വജതുക ഹാ സവ്വജതുക ബിന്തി ഹാദിഹി, ഇങ്ങനെല്ലാം കൂട്ടാം. അഖദ് വേറെ തന്നെ ഉണ്ട്. ദുആ ചെയ്യലും പ്രത്യേകം സുന്നത്താണ്. ലികുല്ലി മിന സൗജൈനി, സൗജൈനിയിൽ നിന്ന് ഓരോരുത്തർക്കും ദ്വാരക്കണം. അഖിബോക്കും നിക്കാഹ് കഴിഞ്ഞ ഉടനടിയായി ദ്വാരന്നോളണം. എന്താ ദുആ? ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ. ഏറ്റവും ചുരുങ്ങിയത് ബാറക്കല്ലാഹു ലക. ഇതൊരു റിവായത്താണ്. ബാറക്കല്ലാഹു ലക എന്ന് പുതിയാപ്പളിനോട്, പുതുനാട്ടിക്ക് വരെ വേണം. വബാറക അലൈക അതാണ് വജമഅ ബൈനകുമാ ഫീ ഖൈർ. നിങ്ങൾ രണ്ടാൾക്കും ഇടയിൽ അല്ലാഹു തആല ഖൈറിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഹാക്കിമിലുണ്ട്, അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ, അഹ്മദ് ബിൻ ഹംബൽ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല തങ്ങളെ തൊട്ട് വന്ന രേഖ ഈ രൂപത്തിലാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾക്ക് കിട്ടിയത്. ബിസിഹത്തിൽ ഖബരി ബിഹി, സഹിയാ ഹദീസ് ദ്വാരക്കാണ്ട് അയച്ചലാവില്ല. അത് ഒരാൾ ദ്വാരന്നിട്ട് എല്ലാവരും ആമീൻ പറഞ്ഞാലും മതി. എല്ലാ വേറെ ദ്വാരക്കലും അതും ദ്വാര തന്നെയാണ്. മറ്റേ ആമീൻ പറയല് ദുആ ഹഖീഖിയായിട്ടില്ല, ഏറ്റു പറയലേ ആയിട്ടുള്ളൂ. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ എന്ന് അല്ലേ? ഉടനെ എന്ന് പറഞ്ഞത് എന്തെങ്കിലും മുദ്ര കൊണ്ട് കണ്ടുകിട്ടിയിട്ടില്ല. കുറേ വൈകിട്ട് ചെല്ലാൻ പറ്റൂല. ഇത് പുതിയാപ്പൾക്ക് കൊടുക്കുന്ന ആശീർവാദമാണ് എന്ന് അറിയണം. എന്തെങ്കിലും മുതലുണ്ടെങ്കിൽ താസിയത്തിൽ പറഞ്ഞതുപോലെ വൈകിട്ട് ചെയ്താലും മതി. നാട്ടിലുണ്ടായിരുന്നില്ല, അറിഞ്ഞില്ല, അല്ലെങ്കിൽ എത്താൻ വൈകിപ്പോയി, രോഗിയായിപ്പോയി, ഇയാളെ അനുമോദിക്കാൻ സാധിച്ചില്ല. എന്നാൽ വൈകിട്ടെങ്കിലും എന്ത് വേണം? ഈ അനുമോദനം അറിയിക്കണം.